നമസ്കാരം. അടിമുടിപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉക്രൈൻ ഉള്ളത്. റഷ്യൻ വാതക വിതരണത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും തലക്കടിയേറ്റ പോലെ 1,30,000 ഉക്രൈനിയൻ അഭയാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുമെന്ന് സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ ഉക്രൈന് നേരെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. റഷ്യൻ വാതകം യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രധാന മാർഗമായിരുന്നു ഉക്രൈൻ. നീണ്ട 5 വർഷത്തെ കരാർ ഉക്രൈൻ പുതുക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വഴി നിർത്തലാക്കേണ്ടി വന്നത്. വാതകം എത്തിക്കുന്ന പ്രധാന എൻട്രിയാണ് സ്ലോവാക്യ. ആഗോളതലത്തിൽ 6,81,390 ഉക്രൈനിയൻ അഭയാർത്ഥികളിൽ 1,30,530 ഉക്രൈനിയൻ അഭയാർത്ഥികൾ സ്ലോവാക്യയിലുണ്ടെന്ന് UN അഭയാർത്ഥി ഏജൻസി കഴിഞ്ഞ മാസം പുറത്തിറക്കിയ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഉക്രൈൻ വഴിയുള്ള ഗ്യാസ് ട്രാൻസാക്ഷൻ നിന്നതോടെ രാജ്യത്തിന് ഇപ്പോൾ ട്രാൻസിറ്റ് ഫീസിൽ ദശലക്ഷക്കണക്കിന് യൂറോയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇതിന് പ്രതികാരമായാണ് ഉക്രൈന് ഇപ്പോൾ കിട്ടിയ ഈ തിരിച്ചടി. പുടിനുമായി നേരത്തെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഫിക്കോ ഉക്രൈന്റെ നടപടികളെ നശിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉക്രൈനിലേക്കുള്ള വൈദ്യുതി കയറ്റുമതി നിർത്തലാക്കാനും സ്ലോവാക്യൻ അഭയം കണ്ടെത്തിയ യുക്രൈനിയക്കാർക്ക് സാമ്പത്തിക സഹായം കുത്തനെ കുറയ്ക്കാനും താൻ നിർദ്ദേശിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തങ്ങളുടെ പ്രദേശത്തു കൂടിയുള്ള റഷ്യൻ വാതക ഗതാഗതം നിർത്താനുള്ള ഉക്രൈന്റെ തീരുമാനത്തെ സ്ലോവാക്ക് ആഭ്യന്തരമന്ത്രി മാറ്റൂസ് സുദാച്ച് എസ്റ്റോക്ക് ശക്തമായി അപലപിച്ചു. ഇത് വിശ്വാസവഞ്ചന എന്നും യൂറോപ്യൻ ഊർജ്ജ സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്നും മുദ്രകുത്തി. സ്ലോവാക്യയുടെ നിലവിലെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ യൂറോപ്യൻ ഊർജ്ജ സുരക്ഷ സംബന്ധിച്ച് ഉക്രൈന്റെ തീരുമാനത്തിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സുദാച്ച് എസ്റ്റോക്കിന്റെ ആശങ്കകൾ ഉയർത്തിക്കാട്ടുകയാണ് ഉണ്ടായത്. എന്നാൽ നേരത്തെ തന്നെ ബദൽ ക്രമീകരണങ്ങളെല്ലാം നടത്തിയതുകൊണ്ട് തന്നെ സ്ലോവാക്യയ്ക്ക് ഗ്യാസിന് ക്ഷാമമൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെയും സെലൻസ്കിക്ക് പാളി എന്ന് തന്നെ പറയാം. കൂടാതെ ഉക്രൈനിലെ വൈദ്യുതി കേന്ദ്രങ്ങളിലേക്കുള്ള റഷ്യയുടെ തുടരെയുള്ള ആക്രമണങ്ങൾക്കിടയിലാണ് ഉക്രൈനിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്ന സ്ലോവാക്യയുടെ ഭീഷണിയും ഉയരുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും നാല് പാട്ടിൽ നിന്നും വരുന്ന വെല്ലുവിളികളെല്ലാം കൂടി താങ്ങാൻ ഇനി സെലൻസ്കിക്ക് കഴിയില്ല. സാമ്പത്തികപരമായും സൈനികപരമായും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഉക്രൈന് അടിയറവല്ലാതെ ഇനിയൊരു അത്താണിയില്ല. നിലം പതിക്കുന്നതിന് മുന്നേ ഇനി എന്തൊക്കെ പരാക്രമങ്ങളാണ് സെലൻസ്കിയുടെ നേതൃത്വം ഇനി കാണിക്കുക എന്നാണ് നമുക്ക് ലോകം മൊത്തം കാണാനുള്ളത്. ഇതിനെല്ലാം പുറമെ സൈനികരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന യുദ്ധസമ്മർദ്ദത്തെ തുടർന്ന് 2024 മാത്രം സൈനികരിൽ നിന്ന് നിരവധി പേർ കൊഴിഞ്ഞുപോയെന്നാണ് സെലൻസ്കിയുടെ പക്ഷം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇതോടെ തങ്ങളുടെ സേനാകരത്തിൽ കുറവ് വന്നതായും സെലൻസ്കി തുറന്ന് സമ്മതിക്കുന്നുണ്ട്. റഷ്യൻ സൈന്യം ഡോൺബാസിൽ തങ്ങളുടെ മുന്നേറ്റം ശക്തമാക്കിയതോടെ ഉക്രൈൻ സൈനികർ അവധിയില്ലാതെ മാസങ്ങളോളം യുദ്ധമുഖത്ത് തന്നെ തുടരുകയായിരുന്നു. ഇതോടെ സൈനിക സേവനങ്ങൾ അവസാനിപ്പിക്കാൻ ഉക്രൈൻ സൈനികർ തീരുമാനമെടുത്തതായി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഇക്കഴിഞ്ഞ നവംബറിൽ മാത്രം 1,00,000 ഉക്രൈൻ പട്ടാളക്കാർക്കെതിരെ ഔദ്യോഗികമായി ഒളിച്ചോടിയതിന് കുറ്റം ചുമത്തിയതായി വാർത്തയും പുറത്തു വന്നിരുന്നു. എന്നാൽ യഥാർത്ഥ കണക്ക് പുറത്തു വന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണെന്നാണ് വിവരം. ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ അഭിമുഖത്തിലാണ് സെലൻസ്കി ഈ വിഷയം തുറന്ന് സമ്മതിക്കുന്നത്. കഴിഞ്ഞ വർഷം ഉക്രൈൻ സൈനികരുടെ ഒളിച്ചോട്ടം വളരെ ഉയർന്ന തോതിലായിരുന്നുവെന്ന് അദ്ദേഹം തന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കി. എന്നാൽ ശരത്കാലത്ത് സൈനികരുടെ ഒളിച്ചോട്ടം കുറവായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 2024 സൈനികർ ഔദ്യോഗിക അനുമതിയില്ലാതെ ലീവ് എടുക്കുന്ന കേസുകൾ വർദ്ധിച്ചതായും എന്നാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ എണ്ണത്തിൽ കുറവ് വന്നതായും സെലൻസ്കി പറയുന്നു. ഒരു നീണ്ട യുദ്ധമാണ് നടക്കുന്നതെന്നും തങ്ങളുടെ സൈനികർക്ക് അസഹിഷ്ണുത കാണിക്കുന്നുണ്ടെന്നും സെലൻസ്കി പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഉക്രൈന്റെ സൈനികർ ഇതിനോടകം തന്നെ ജീവൻ ഭയന്ന് ഒളിച്ചോടുകയാണ് ഉണ്ടാകുന്നത്. റഷ്യയെ എതിരിടാൻ ഉക്രൈൻ കരുതൽ ശേഖരമില്ല എന്നാണ് സെലൻസ്കി പറയുന്നത്. ഫിനാൻഷ്യൽ ടൈംസ് ഈയിടെ റിപ്പോർട്ട് ചെയ്തത് സൈന്യത്തിലെ ഉയർന്ന തോതിലുള്ള ഒളിച്ചോട്ടത്തിന്റെ ഒരു പ്രധാന കാരണം സൈന്യത്തിലെ അവരുടെ ജോലിയിലെ സമ്മർദ്ദമാണ് എന്നാണ്. അതായത് അവരുടെ ജോലി ഏകീകരിച്ച് നൽകുന്നില്ല എന്നും ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിന് പ്രതിവിധി എന്ന നിലയിലാണ് ചില സൈനികർ തങ്ങളുടെ സൈനിക സേവനം മതിയാക്കി സൈനിക ക്യാമ്പുകളിൽ നിന്നും ജീവനം കൊണ്ട് ഓടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇനി ഉക്രൈന് മുമ്പിൽ ഒരു വഴിയുമില്ലെന്ന് സാരം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.